السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عمرو بن عطاء أن نافع بن جبير أرسله إلى السائب ابن أخت نمر يسأله عن شيء رآه معاوية في الصلاة فقال نعم صليت معه الجمعة في المقصورة فلما سلم الإمام قمت في مقامي فصليت فلما دخل أرسله إلي فقال لا تعد لما فعلت إذا صليت الجمعة فلا تصلها بصلاة حتى تتكلم أو تخرج فإن رسول الله صلى الله عليه وسلم أمرنا بذلك ألا نوصل صلاة بصلاة حتى نتكلم أو نخرج رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിസ്കാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്ത് നമസ്കാരമായിരുന്നാലും മറ്റിതര കാര്യങ്ങളായിരുന്നാലും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ടത്. ജുമുഅ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒരു നിസ്കാരം കഴിഞ്ഞ് അവിടെ നിസ്കരിക്കൂല, പിന്നെ അപ്പുറത്തേക്ക് ചാടി ഇപ്പുറത്തേക്ക് ചാടി, അല്ലെങ്കിൽ കാല് വെച്ച് ഇങ്ങനെ ഇളകി ഇങ്ങനെ പള്ളിയുടെ 4 ഭാഗം എത്ര റക്അത്ത് നിസ്കരിക്കുന്നു അത്രയും റക്അത്ത് നിസ്കരിക്കാറുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഹദീസ് ഈ വിഷയത്തിൽ നമുക്ക് വെളിച്ചം കിട്ടുന്നതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അംർ ഇബ്നു അതാഇൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യാം. അന്ന നാഫിഅ ഇബ്നു ജുബൈർ അർസലഹു ഇല സായിബ്. നാഫിഅ ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അതാ റളിയല്ലാഹു അൻഹുവിനെ സായിബ് ഇബ്നു ഉഖ്തി നമിര എന്ന് പറയുന്ന സഹാബ വനിതയുടെ സഹോദരനായിട്ടുള്ള സായിബിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? യസ്അലുഹു, അദ്ദേഹത്തോട് ചോദിക്കാൻ. അൻ ഷൈഇൻ റആഹു മുആവിയ ഫി സ്വലാത്ത്. മുആവിയ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ കണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കാൻ വേണ്ടി സായിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് നാഫിഅ ഉമർ ഇബ്നു അതാ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കേണ്ടത്. എന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഫഖാൽ, സായിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ആ പറഞ്ഞത് ശരിയാണ്. എന്താ പറഞ്ഞത്? സ്വല്ലൈതു മഅഹു അൽ ജുമുഅത്തി, ഞാൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജുമുഅ നമസ്കരിച്ചു. ഫിൽ മഖ്സൂറ, ഒരു റൂമിൽ വെച്ചിട്ട്. ഫലമ്മാ സല്ലമൽ ഇമാമു, അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമു സലാം പറഞ്ഞു പിരിഞ്ഞപ്പോൾ ഖുംതു ഫീ മഖാമി, ഞാൻ എന്ത് ചെയ്തു? വേഗം എൻ്റെ ആ ജുമുഅ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചു. ഫസല്ലൈതു ഫലമ്മാ ദഖല, അങ്ങനെ അദ്ദേഹം എൻ്റെ അരികിൽ കടന്നു വന്നപ്പോൾ അർസല ഇലയ്യ, എൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞയച്ചു. അദ്ദേഹം അങ്ങനെ ചെന്നു. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ലാ തഅദു ലിമാ ഫഅൽത, ഇപ്പൊ നീ ചെയ്തില്ലേ, അതായത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് അവിടെ തന്നെ നിസ്കരിച്ചില്ലേ, അങ്ങനെ ഒരിക്കലും ഇനി എന്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ഇദാ സ്വല്ലൈതൽ ജുമുഅത, നീ ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ജുമുഅ നിസ്കാരത്തിന് മാത്രമാണ് ഈ ഹദീസ് ബാധകമായിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കാം. ഫലാ തസ്ൽഹാ ബിസ്വലാത്തിൻ ഹത്താ തതകല്ലമ ഔ തഖ്റുജ, എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് ആ നിസ്കാരത്തിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുകയോ ചെയ്തതിന് ശേഷമല്ലാതെ ജുമുഅയോട് കൂടി എന്ത് ചെയ്യരുത്, മറ്റൊന്നിനെയും ചേർത്ത് നിസ്കരിക്കരുത്. സുന്നത്തായിരുന്നാലും ചില ആൾക്കാർ യാത്രക്കാരായിരിക്കും, ആ പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുന്ന ഒരാൾ ജംഅ ഖസ്റ ആക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന അസ്ർ ഉണ്ടാവും, അതെന്ത് ചെയ്യാൻ പാടില്ല, ജുമുഅയോട് ചേർത്തിയിട്ട് ഖസ്റാക്കാൻ പാടില്ല. ഈ പറഞ്ഞതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നീ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് പിരിഞ്ഞ് പള്ളിയുടെ പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോ അപ്പുറത്തൊക്കെ ആവാം. അങ്ങനെ ചെയ്യരുത് എന്ന് ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമർനാ ബിദാലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ കൽപ്പിച്ചത്? ഒന്നുകൂടി അദ്ദേഹം പറയാം, അൻ നൂസില സ്വലാത്തൻ ബിസ്വലാത്തിൻ, ഒരു നിസ്കാരത്തെ മറ്റൊരു നമസ്കാരവുമായി
ചേർത്ത് നിസ്കരിക്കുന്നത്. ഹത്താ നതകല്ലമ ഔ നഖ്റുജ, ഞങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒന്ന് പിരിഞ്ഞു പോവുകയോ ചെയ്തതിനു ശേഷമല്ലാതെ. കാരണം ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും അയാൾ ജുമാ നമസ്കാരത്തോടൊപ്പം തന്നെയാണ് നിസ്കരിച്ചത്. അപ്പോൾ ജുമാ 2 ആദ്യം നിസ്കരിച്ചു പിന്നെ നിസ്കരിച്ചു എന്ന് തോന്നത്തക്ക രൂപത്തിലുള്ള ഒരു ഗ്യാപ്പും ഇല്ലാതെ എഴുന്നേറ്റ് ഉടനെ തന്നെ പെട്ടെന്ന് നമസ്കരിക്കരുത്. അത് പ്രത്യേകിച്ച് ജുമഅയുടെ കൂടെ സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകൾ ഒന്നുകിൽ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടത്തോ വലത്തോ ഒക്കെ മാറി നിന്നിട്ട് നിസ്കരിക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ജുമാ നമസ്കാരത്തോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് നേരെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു ഇരു ലോകത്തും പുറത്ത് മാപ്പാക്കി തന്ന് അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖ് ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും ആഫിയത്തും സമാധാനവും ദീർഘായുസ്സും നൽകി അവരെയും നമ്മയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.